വളരെ പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കാം. നമുക്ക് വായിക്കാം അപ്പോസ്തല പ്രവൃത്തികൾ 22-ാം അധ്യായം, ആക്ട്സ് ചാപ്റ്റർ 22, അതിന്റെ 8-ാം വാക്യം. കർത്താവേ നീ ആരെന്ന് ഞാൻ ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന നസറായനായ യേശു ആകുന്നു ഞാൻ എന്ന് അവൻ എന്നോട് പറഞ്ഞു. അവൻ എന്നോട് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നുവെന്നും ഭൂമിയിലല്ല എന്നും തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. എന്നാൽ അപ്പസ്തോലനായ പൗലോസിന് ഈ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ജഡത്തിൽ യേശു ഭൂമിയിലില്ല. താൻ വന്ന് തന്റെ ഹിതം ചെയ്ത് പൂർത്തീകരിച്ച് മടങ്ങി തന്റെ പിതാവിന്റെ സന്നിധിയിലായിരിക്കുന്ന ഈ അനുഭവത്തിൽ ജഡത്തിൽ യേശു ഭൂമിയിലില്ല. എന്നാൽ അവിടെ പറയുന്നൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. നീ ഉപദ്രവിക്കുന്ന സ്വർഗസ്ഥനായ യേശു എന്നല്ല, നസറേനായ യേശു എന്നാണ് യേശു സ്വയം അഭിസംബോധന ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ വചനം ദൈവത്തിന്റെ ആത്മാവ് ഹൃദയത്തിൽ തരുമ്പോൾ ഒരു ദേശത്തിന്റെ പേരിൽ ദൈവപുത്രൻ അറിയപ്പെടുക എന്ന് അന്ന് മാത്രമല്ല ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയാറുണ്ട്. നസറേനായ യേശുവിന്റെ നാമത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. ദൈവസഭയെ ദേശത്തേക്ക് അയച്ചിരിക്കുന്നത് ദേശത്തിന്റെ പേരിൽ അറിയപ്പെടുവാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദേശത്തിന്റെ പേരിൽ ദൈവം ദൈവജനത്തെയും ദൈവസഭയെയും വെളിപ്പെടുത്തുവാൻ പോവുകയാണ്. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ആദ്യമായി യേശു സ്വയം അഭിസംബോധന ചെയ്ത് പറയുന്നു, ഞാൻ നസറേനായ യേശു എന്ന. സ്തോത്രം. ഞാൻ ഇന്ന ദേശത്ത് ആയിരിക്കുന്ന ആത്മീയ അനുഭവം എന്ന് യേശു സ്വയമായി അഭിസംബോധന ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. നിങ്ങൾ ഓർക്കണം, മത്തായി 2:1 വായിക്കുമ്പോൾ, സ്തോത്രം, അവിടെയാണ് ഇതിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്യു ചാപ്റ്റർ 2:1. രാജാവിന്റെ കാലത്ത് യേശു ജനിച്ചത് ബെത്ലഹേമിലാണ്. നമുക്കറിയാം, പ്രവാസികളെ നമ്മൾ ഇവിടെ വെച്ചാൽ പരിചയപ്പെടുമ്പോൾ ആദ്യം ചോദിക്കും, നാട്ടിൽ എവിടെയാണ്? സ്തോത്രം. ഇപ്പൊ ഒരേ പേരുള്ള 2 പേരുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എനിക്ക് ഐഡന്റിഫൈ ചെയ്യുന്നത്? സ്തോത്രം. ചങ്ങനാശ്ശേരി ഒരാളാണ്, വേറെ സുനിലുണ്ട് പറയും, ചങ്ങനാശ്ശേരിയുള്ള സുനിലാണോ അത് ഇനി മാവേലിക്കൽ എന്ന് പറഞ്ഞാൽ ദേശത്തിന്റെ പേരിലോ അല്ലെങ്കിൽ എന്തൊരു ഐഡന്റിഫിക്കേഷൻ നമുക്കുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ യേശു അറിയപ്പെടേണ്ടത് ബെത്ലഹേമിലാണ് യേശു എന്നാണ്. കാരണം അദ്ദേഹം ജനിച്ചത് ബെത്ലഹേമിലാണ്. എന്നാൽ യേശു ഇന്നും അന്നും അറിയപ്പെടുന്നതും ദൈവം അറിയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നതും അതുകൊണ്ടാണ് യേശു പൗലോസിനോട് പറഞ്ഞത്, ഞാൻ നസറേനായ യേശുവാകും. ദൈവത്തിന് സ്തോത്രം. അതിൽ വലിയൊരു മർമ്മം മറഞ്ഞു കിടക്കുന്നു. എന്നെയും നിങ്ങളെയും യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ലോകത്തെ എല്ലായിടത്തും കർത്താവിന്റെ സാക്ഷികളാകുവാൻ വിളിച്ചിരിക്കുമ്പോൾ ഓരോ ദേശങ്ങളുടെ വിടുതലിനായി ദൈവം നമ്മെ അഭിഷേകം ചെയ്യുകയാണ്. ഓരോ കുടുംബങ്ങളുടെ വിടുതലിനായി ദൈവം നമ്മെ അഭിഷേകം ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസഭയോടുള്ള ദൂതിതാണ്. ഈ ദേശത്തിന് മേൽ നമ്മളെ അയച്ചിരിക്കുമ്പോൾ ഈ ദേശത്തോടുള്ള ബന്ധത്തിൽ ദൈവസഭയെ ദൈവം പരസ്യമായി വെളിപ്പെടുത്തുവാൻ പോവുകയാണ്. ഒരു പുതിയ അനുഭവത്തിലേക്ക് ദൈവസഭയെ നടത്തുവാൻ പോവുകയാണ്. ഈ കെട്ടിടമല്ല ദൈവസഭ, നിങ്ങൾ ഓരോരുത്തരുമാണ് ദൈവസഭ. സ്തോത്രം. എന്തെല്ലാം ഉന്നതി പ്രാപിക്കുന്നുവോ നമ്മൾ എല്ലാവരും ഒരുപോലെ പ്രാപിക്കുവാൻ പോവുകയാണ്. എന്തെല്ലാം ദൈവം വെളിപ്പെടുത്തുവാൻ പോകുന്നോ അതിൽ നമ്മൾ എല്ലാവരും അത് വെളിപ്പെടുവാൻ പോവുകയാണ്. സ്തോത്രം. ഇന്ന് പകൽ നിങ്ങൾ അത് വിശ്വസിക്കണം. വെറുതെയല്ല ദൈവം നമ്മെ ഈ ദേശത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. വെറുതെ ഇന്ന് പകൽക്കാലം ഈ ആരാധനയിലേക്ക് ദൈവം നയിച്ചിരിക്കുന്നത്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദൈവം അത്ഭുതങ്ങൾ ചെയ്യുവാൻ പോവുകയാണ്. സ്തോത്രം. ഇതിന്റെ പ്രോസസ്സുകൾ പഠിക്കണം. എങ്ങനെയാണ് ദൈവം ഇതിനെ വെളിപ്പെടുത്തുവാൻ പോകുന്നത്? ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 71-ാം വാക്യം വായിക്കും. മാത്യു ചാപ്റ്റർ 26:71.
പിന്നെ അവൻ പടിപ്പുരയിലേക്ക് പുറപ്പെടുമ്പോൾ മറ്റൊരുത്തി അവനെ കണ്ട് അവിടെ ഉള്ളവരോട്, ഒരു സ്ത്രീ പത്രോസെ കണ്ടിട്ട് പറയുകയാണ്, ഇവനും നസ്രയനായ യേശുവിനോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. ദൈവം ആദ്യം വെളിപ്പെടുത്തുവാൻ പോകുന്നത് ഈ ദേശത്തെ വ്യക്തികളിലാണ്. ദൈവത്തിന് സ്തോത്രം. വ്യക്തി ജീവിതങ്ങളിൽ ഈ ദൈവസഭയുടെ ദൈവപ്രവൃത്തിയുടെ അനുഭവങ്ങൾ ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. നമ്മൾ മൂടി വെച്ചാലും സ്തോത്രം, പത്രോസ് മൂടി വെച്ച്, പക്ഷേ കണ്ടു നിന്നവർ സാക്ഷ്യപ്പെടുത്തുവാൻ തുടങ്ങി. സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ഇതുവരെ കണ്ടു നിന്നവരെ കൊണ്ട് വ്യക്തികളെ കൊണ്ട് ദൈവം സാക്ഷ്യപ്പെടുത്തുവാൻ പോകുകയാണ്. സ്തോത്രം. അവിടെ കൊണ്ട് തീരുന്നില്ല. മത്തായി 21:11 വായിക്കുമ്പോൾ, മത്തായി 21:11 വായിക്കുമ്പോൾ, ഗലീലയിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു എന്ന പുരുഷാരം പറഞ്ഞു. ആമേൻ, സ്തോത്രം. വ്യക്തികളിൽ നിന്ന് ആരംഭിച്ച് അത് പടർന്ന് അവൻ ഇപ്പോൾ ദേശത്തിലെ ബഹുപുരുഷാരും അവൻ ബഹു ജീവിതങ്ങൾ പറയുകയാണ്, ഇവൻ നസ്രയനായ യേശുവാകുന്ന. ദൈവത്തിന് സ്തോത്രം. വ്യക്തികളിൽ ആരംഭിച്ച് അത് അനേക വ്യക്തികളിലേക്ക് ദൈവം അത് പകരുവാൻ പോവുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവിടെയും തീരുന്നില്ല ദൈവത്തിന്റെ പ്രവൃത്തി. യോഹന്നാൻ 19:19 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ജോൺ 19:19. പീലാത്തോസ് ഒരു മേലെഴുത്തും എഴുതി ക്രൂശന്മേൽ പതിച്ചു. അതിൽ നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരിക്കുന്നു. ആമേൻ. വ്യക്തികളിൽ ആരംഭിച്ച സാക്ഷ്യം വ്യക്തികളിലേക്ക് എത്തിപ്പെടുമ്പോൾ അധികം കഴിയുന്നതിന് മുമ്പ് അധികാരികളും സാക്ഷ്യപ്പെടുത്തുവാൻ പോവുകയാണ്. ഒരു ദൈവസഭയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ഒരു സഭയുണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ ഒരു ജനമുണ്ട്. സ്തോത്രം. അത് ഒരു വ്യക്തിയല്ല സാക്ഷ്യപ്പെടുത്തുന്നത്, ഒരു കൂട്ടമല്ല സാക്ഷ്യപ്പെടുത്തുന്നത്, അധികാരികളും സാക്ഷ്യപ്പെടുത്തുവാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് വാസ്തവമായ ദൈവജനം, ഇത് വാസ്തവമായ ദൈവത്തിന്റെ ജനം, ഇത് വാസ്തവമായ ദൈവത്തിന്റെ സഭയെന്ന് ആമേൻ ദൈവം വെളിപ്പെടുത്തുവാൻ പോവുകയാണ്. സ്തോത്രം. വീണ്ടും പറയുന്നു, നമ്മുടെ രജിസ്ട്രേഷനെ അല്ല വെളിപ്പെടുത്താൻ പോകുന്നത്, നമ്മൾ ആയിരിക്കുന്ന കെട്ടിടത്തെ അല്ല വെളിപ്പെടുത്താൻ പോകുന്നത്, ദൈവസഭ നിങ്ങൾ ഓരോരുത്തരുമാണ്. സ്തോത്രം. നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവപ്രവൃത്തിയെ ആമേൻ സ്തോത്രം നിന്നെ കാണുന്ന വ്യക്തി വെളിപ്പെടുത്തും. ആമേൻ അവരിലൂടെ അനേകർ വെളിപ്പെടുത്തും. ആമേൻ നീ ആയിരിക്കുന്ന ജോലി മണ്ഡലങ്ങളിൽ നിന്റെ അധികാരികൾ വെളിപ്പെടുത്തും, സാക്ഷ്യപ്പെടുത്തും. ഇവരൊരു ദൈവത്തിലാകുന്ന. സ്തോത്രം. അതൊരു വലിയ അനുഭവമായി മാറുവാൻ പോവുകയാണ്. സ്തോത്രം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നീ അറിയപ്പെടുവാൻ പോകുന്നത് ദൈവത്തിന്റെ ജനമെന്ന അനുഭവത്തിലായി തീരുവാൻ പോവുകയാണ്. നിന്റെ അഡ്രസ്സും നിന്റെ പിൻ നമ്പറെല്ലാം ദൈവം മാറ്റാൻ പോവുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ജനിച്ച ബെത്ലഹേമിലല്ല നീ ആമേൻ സ്തോത്രം നസ്രയനായ യേശു എന്ന കർത്താവ് വെളിപ്പെടുത്തിയതുപോലെ ദൈവം നിന്റെ അനുഭവങ്ങളെ ആമേൻ വെളിപ്പെടുത്തുവാൻ പോവുകയാണ്. സ്തോത്രം. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ ഒരു കാര്യം മറന്നു പോകരുത്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 23-24 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു വ്യക്തി വെളിപ്പെടുത്തുമ്പോഴും, ഒരു പുരുഷാരെ ഒരു കൂട്ടം വെളിപ്പെടുത്തുമ്പോഴും, അധികാരി വെളിപ്പെടുത്തുമ്പോഴും നടക്കുന്ന ഒരു മറഞ്ഞിരിക്കുന്ന ഒരു പ്രവൃത്തിയോട് വായിച്ചേ. മർക്കോസ് 1:23-24. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ, പൈശാചിക ശക്തി ബാധിക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിലവിളിച്ച നസ്രായനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിക്കാൻ വന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഒരു കാര്യം ഓർത്തോണം, ദൈവസഭ ദേശത്ത് പാദം വെച്ച നിമിഷം മുതൽ നിലവിളിച്ച് ഞരങ്ങി ഈ ദേശത്തെ വാണുകൊണ്ടിരുന്ന ശക്തി പറയുകയാണ്, ഇതുവരെ ഇല്ലാത്ത സ്വർഗീയ അനുഭവം ദേശത്ത് വന്നിരിക്കുന്നു. ഇനി എനിക്ക് രക്ഷയില്ല. സ്തോത്രം. ഇനി എനിക്ക് രക്ഷയില്ല. സ്തോത്രം. ഞാൻ അടക്കി വാണ ഇടങ്ങളിൽ നിന്ന് അവൻ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ, അടുത്ത വാക്കിങ്ങനെ വായിക്കുന്നു, യേശു അതിനെ എന്ത് ചെയ്തു? ശാസിച്ച് മിണ്ടരുത്, അവനെ വിട്ടുപോയെന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ ആ അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്കെ നിലവിളിച്ച് അവനെ വിട്ടുപോയി. നാളുകളായി വാണുകൊണ്ടിരുന്ന ശക്തി അവരും ആമെ അറിയുന്നു, ദൈവസഭ ദേശത്തെത്തിയിരിക്കുന്നു. സ്തോത്രം. നീ വരുന്നത് കണ്ട് പേടിക്കുന്ന ഒരു പൈശാചിക അനുഭവം ഉണ്ടെന്ന് ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്.
നീ വിചാരം കണ്ട് പേടിക്കൊന്നും വേണ്ട. നിന്റെ വരവ് കാണുമ്പോൾ, ദൈവസഭ ഈ ദേശത്തേക്ക് മാർച്ച് ചെയ്യുമ്പോൾ, ദൈവസഭ ഈ ദേശത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതകരമായ പ്രവൃത്തി ആത്മാവിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആരൊക്കെ ഇതുവരെയും പൈശാചിക ദുഃഖത്തിൽ വാണുവോ അവ കൂടാരങ്ങൾ ഇരിക്കുവാൻ കഴിയാതെ അനേകർ സ്വതന്ത്രരായി മാറുന്ന ഒരു ദൈവ പ്രവൃത്തിയായി മാറുവാൻ പോവുകയാണ്. സ്തോത്രം. അതുകൊണ്ടാണ് യേശു സ്വയം പറഞ്ഞത്, ഞാൻ നസ്രനായ യേശു തന്നെയാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇത് ദൈവസഭയാണ്. സ്തോത്രം. ഇത് ദൈവ ജനമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഇവിടെ ഈ വാക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വ്യക്തികളിൽ സാക്ഷ്യം ആരംഭിക്കുന്നു, അത് അനേക വ്യക്തികളിലേക്ക് പകരപ്പെടുന്നു, അത് അധികാരികൾ സാക്ഷ്യപ്പെടുത്തുന്നു. വാണിരുന്ന ദേശത്തെ വാണിരുന്ന ശക്തികൾ ഒരു രക്ഷയുമില്ലാതെ സ്തോത്രം നിലവിളിച്ച് സ്തോത്രം ദേശശക്തികൾ ദേശം വിട്ടുപോയി. ഇത് ദൈവരാജ്യമായി മാറുവാൻ പോവുകയാണ്. സ്തോത്രം. സ്തോത്രം. യേശു ഒന്നും പറഞ്ഞില്ല. യേശുവിനെ കണ്ടപ്പോ തന്നെ ഇതെല്ലാം ഇളകി പോകാൻ തുടങ്ങി. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദൈവസഭ ഈ ദേശത്ത് വന്ന് പാദം വെക്കുമ്പോൾ, ദൈവസഭ ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസഭയിൽ ഓരോ ദൈവമക്കൾ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ, സ്തോത്രം ആരാധിക്കുമ്പോൾ ആത്മാവിൽ വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. അനേക കുടുംബങ്ങൾ, അനേക സഹോദരങ്ങൾ, സഹോദരിമാർ, അനേക തലമുറകൾ ദേശത്ത് സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ദേശത്തിന്റെ പേരിൽ ദൈവസഭയെ അറിയപ്പെടുമ്പോൾ ദൈവം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തെല്ലാം കാര്യങ്ങളാണ് അതിലൂടെ ഈ നസ്രയനായ യേശു എന്ന യേശു അഭിസംബോധന ചെയ്യുമ്പോൾ, ഒരു ദേശത്തിന്റെ പേരിൽ യേശു അറിയപ്പെടുമ്പോൾ, ദൈവസഭയെ അതുപോലെ അറിയിക്കുവാൻ, ദൈവജനത്തെ അങ്ങനെ അറിയിക്കുവാൻ, അങ്ങനൊരു അനുഭവത്തിലേക്ക് ദൈവം നടത്തുമ്പോൾ എന്തെല്ലാം സംഭവിക്കുമെന്ന്, ദൈവം എന്തെല്ലാം ചെയ്യുമെന്ന് നമ്മൾ അറിയണം. അറിയുമ്പോൾ നമ്മുടെ അകത്തൊരു ആത്മീയ ഉണർവുണ്ടാകും. നമ്മുടെ അകത്ത് നിന്ന് ക്രിസ്തു മതമെന്ന അനുഭവം വിട്ടുമാറും. നമ്മുടെ അകത്തൊരു ഗ്രൂപ്പിലെ അംഗമെന്ന അനുഭവം വിട്ടുമാറും. നമ്മുടെ അകത്തൊരു പ്രസ്ഥാനത്തിന്റെ അകത്തെന്നുള്ള വിട്ടുമാറും. നമ്മുടെ അകത്ത് ഭൂമിയിലെ സെലിബ്രിറ്റികൾ എന്നുള്ള അനുഭവങ്ങളെ വിട്ടുമാറും. നമ്മൾ ഏകദൈവമായ കർത്താവിനെ അവരിലേക്ക് നമ്മുടെ ശ്രദ്ധ എത്തിച്ചതിന് കാരണം അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പലപ്പോഴും ഓർപ്പിക്കാറുണ്ട്, ഇവിടെ ഇരിക്കുന്ന ആർക്കും ആരെയും വെടിവെക്കുവാൻ കഴിയുകയില്ല. ഇവിടെ ഇരിക്കുന്ന ആർക്കും, ഇവിടെ നിൽക്കുന്ന എനിക്കും ആരെ രക്ഷിപ്പാൻ കഴിയുകയില്ല. ആകെ ചെയ്യുവാൻ കഴിയുന്നത്, രക്ഷിപ്പാൻ കഴിയുന്ന, വിടുവിപ്പാൻ കഴിയുന്ന ക്രിസ്തുവിനെ പ്രസംഗിപ്പാൻ മാത്രം കഴിയും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവ് എന്ത് ചെയ്യാൻ പോകുന്നു? ദൈവസഭ ദേശത്തേക്ക് അയക്കുമ്പോൾ ദേശത്തിന്റെ പേരിൽ ദേശത്തെ വേലയ്ക്ക് വേണ്ടി ദൈവം ഇങ്ങോട്ട് ഈ നാളുകളിൽ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ എന്തെല്ലാം ചെയ്യുമെന്ന് പഠിക്കാം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 23-ാം വാക്യം വായിക്കാം. മാത്യു ചാപ്റ്റർ 2:23. പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന സദൂക്യരും അന്ന് അവന്റെ അടുത്ത്, മത്തായി 2-ന്റെ അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം നസറത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു. ദൈവത്തിന് സ്തോത്രം. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്നും പെടും എന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ. ഒന്നാമത് ദൈവം ചെയ്യാൻ പോകുന്ന കാര്യം, ദൈവസഭയോടും നിങ്ങൾ ഓരോരുത്തരോടും പറഞ്ഞിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും നിവൃത്തീകരിക്കാൻ പോവുക. സ്തോത്രം. നീ പലപ്പോഴും ചോദിച്ചില്ലേ, എത്രയോ വാഗ്ദത്തങ്ങൾ എന്റെ മേലുണ്ട്, എത്രയോ വാഗ്ദത്തങ്ങൾ എന്റെ തലമുറകളുടെ മേലുണ്ട്, ഇതൊന്നും ഇന്ന് വരെ നടന്നില്ലല്ലോ എന്ന്. സ്തോത്രം. എന്നാൽ നസ്രയനായ യേശു എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം വാഗ്ദത്ത നിവൃത്തിയെങ്കിൽ നിന്നോട് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും, നിന്റെ കുടുംബത്തോട് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും, നിന്റെ തലമുറയോട് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും നിവൃത്തിയാകുവാൻ പോവുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നേരെ ഓർത്തോണം, എന്നോട് വാഗ്ദത്തം പറഞ്ഞ ദൈവം പിന്നെ പോയി റെസ്റ്റ് എടുക്കുക. സ്തോത്രം. ആ വാഗ്ദത്ത പൂർത്തീകരണത്തിന് വേണ്ടി കാത്തിരിക്കുക. നാളുകളായി കാത്തിരുന്നു, എന്ന് വരും ഈ ദേശത്തേക്ക്, എന്ന് വരും ഈ ദേശത്തേക്ക്. ഞാൻ എന്റെ കൊള്ളരുതാത്ത ബുദ്ധി കൊണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു, എന്തിനു പോകണം ദേശത്തേക്ക്, എന്തിനു പോകണം ദേശത്തേക്ക്. ദൈവത്തിന് മനസ്സിലായി പോകുകയില്ല. പിന്നെ എന്ത് ചെയ്യണം? ഇവനെ കൊണ്ടേ ഞാൻ പോകും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്
എന്റെ തീരുമാനമല്ല, നിങ്ങളുടെ തീരുമാനമല്ല, സ്വർഗീയ പിതാവിന്റെ തീരുമാനമാണ്. സ്തോത്രം. ആമേൻ, ആമേൻ. ഇവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യന് ബുദ്ധി കൊണ്ട് ഈ തീരുമാനം എടുക്കുകയില്ല. ആമേൻ, ആമേൻ, സ്തോത്രം. നമ്മളെ ബുദ്ധിഹീനരാക്കിക്കൊണ്ട് ആ ദൈവം പ്രവർത്തിച്ച ദൈവത്തിനായ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പൊ വാഗ്ദത്തത്തിന് നിവർത്തീകരണമാണ് നസ്രയത്ത് എന്ന വാക്കിന്റെ അനുഭവം. ഈ ദേശത്തേക്ക് ദൈവം അയക്കുമ്പോൾ നിങ്ങളുടെ മേലുള്ള വാഗ്ദത്തം നിവർത്തീകരിക്കാൻ പോവുക. സ്തോത്രം. എന്താണ് വാഗ്ദത്തത്തിന്റെ പ്രത്യേകത അറിയാമോ? അതിന്റെ 13 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ, 2:13 തൊട്ട് വായിച്ചു. അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസേഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് മിസ്രയീമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ട് മിസ്രയീമിലേക്ക് പോയി. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ആ ഭാഗം അറിയാൻ വിസ്തരിക്കാൻ സമയം കളയുന്നില്ല. വിദ്വാൻമാർ യേശുവിനെ എല്ലാം കണ്ടു, തിരിച്ച് ഹെരോദാവിനെ അറിയിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അവർ മറ്റൊരു വഴിയായി യാത്ര ചെയ്തു. എങ്ങനെയാ യാത്ര ചെയ്തത്? ദൈവം അവരുടെ വഴി തിരിച്ചു വിട്ടു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ വഴി ഒന്ന് തിരിച്ചു വിട്ടേക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പോകണം ചിന്തിച്ച വഴിയിലല്ല ഇപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന. സ്തോത്രം. ദൈവസഭ ചിന്തിച്ച വഴിയിലൂടല്ല ദൈവസഭ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന. സ്തോത്രം. പ്രതികൂലം ഇട്ടുകൊടുത്തു. പ്രതികൂലം എന്തിന് ഇട്ടുകൊടുത്തത് അറിയാമോ? ഭയന്നോടി, ഭയപ്പെട്ടു. ദൈവമേ എല്ലാം അവസാനിച്ചോന്ന് ചിന്തിച്ചു. എന്നാൽ 15-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, വായിച്ചേ. ഹെരോദാവിന്റെ മരണത്തോളം അവൻ അവിടെ പാർത്ത്, മിസ്രയീമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ. ഹല്ലേലൂയ. സ്തോത്രം. മിസ്രയീമിൽ നിന്ന് എന്റെ മകൻ വന്നു എന്നുള്ള പ്രവചനമല്ല നിവൃത്തിയായത്, എന്റെ മകനെ ഞാൻ വിളിച്ചു വരുത്തിയുള്ള പ്രവചനം നിവൃത്തിയായി. ഞാൻ നിങ്ങൾ വന്നതല്ല, അവൻ വിളിച്ചു വരുത്തിയതാ. സ്തോത്രം. വിളിച്ചു വരുത്തിയതാ. സ്തോത്രം. പലപ്പോഴും ചിന്തിച്ചു, ആവശ്യമുണ്ടോ, പോകണമോ ഒക്കെ ചിന്തിച്ച. സ്തോത്രം. ആമേൻ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഹോളിന്റെ ആ പാസ്റ്ററിനെ വിളിച്ചു. ചിലപ്പോ നമുക്ക് 1 മാസം തുറക്കാം. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ എന്നോട് ക്ഷമിക്കണം, ഞാനൊരു ദൈവീയ യാത്രയില്ല, ഇനി നമുക്ക് എപ്പോഴേലും കാണാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവം പറഞ്ഞു, പ്രതികൂലം വന്നിരിക്കുന്നു, എഴുന്നേറ്റ് കൂടി ഞാൻ പറയുന്ന ദേശത്ത് പോയി നിൽക്ക്. അവിടെ നിന്നു. തക്ക സമയമായപ്പോൾ ഒരു വാഗ്ദത്തം നിവൃത്തീകരിപ്പാൻ അവൻ മിസ്രയീമിൽ നിന്റെ മകനെ വിളിച്ചു വരുത്തിയതുപോലെ ആമേൻ, സ്തോത്രം, നമ്മെ ഇന്ന് പകൽക്കാലം വിളിച്ചു വരുത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ എന്ത് സംഭവിച്ചു? വാഗ്ദത്തം നിവൃത്തിയായി. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 19-ാം വാക്യത്തോട് വായിച്ചു. എന്നാൽ ഹെരോദാവ് കഴിഞ്ഞുപോയ ശേഷം കർത്താവിന്റെ ദൂതൻ മിസ്രയീമിൽ വെച്ച് യോസേഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചു പോയതുകൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്ത് പോക എന്ന് പറഞ്ഞു. മതി. സ്തോത്രം. അവിടെ നമ്മൾ വായിച്ചു 23-ാം വാക്യത്തിൽ വായിച്ചു, അവൻ നസ്ര എന്ന് വിളിക്കപ്പെടുവാൻ തക്കോണം അവരെന്ത് ചെയ്തു? അവിടെ നിന്ന് നസ്രത്തിൽ വന്ന് ഗ്രാമത്തിൽ ചെന്ന് പാർത്തു. സ്തോത്രം. ഓടിപ്പോയി വിളിച്ചു വരുത്തി. ഇപ്പോൾ അവർ നസ്രത്തിൽ വന്ന് പാർത്തു. നോക്കുമ്പോ ഒന്നുമില്ല, എല്ലാം എളുപ്പം തോന്നുന്നു. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം, അതാണ് 15-ാം വാക്യം വായിച്ചു. അല്ല, 17-ാം വാക്യം. റാമയിൽ ഒരു ശബ്ദം കേട്ടു. 16 വായിച്ചു. വിദ്വാൻമാർ തന്നെ കളിയാക്കിയെന്ന് ഹെരോദാവ് കണ്ട് വളരെ കോപിച്ചു. വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിനൊത്തവണ്ണം 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെയൊക്കെ ബേത്ലഹേമിലും അതിന്റെ എല്ലാ അതിരുകളിലും ആളയച്ചു കൊല്ലും. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം ഓർക്കണം, മരണത്തിന്റെ ഗന്ധമായിരുന്നു ഇവിടെ മുഴുവൻ. അവന്റെ ജനിച്ച സമയത്തിനൊത്ത പ്രായം നോക്കി എല്ലാ ആൺതലമുറകളെയും കൊന്നൊടുക്കി. സ്തോത്രം. ഇനി ഒരു ആത്മീയ അനുഭവം ഇവിടെ പാടില്ല എന്ന് തീരുമാനമെടുത്തു. സ്തോത്രം. എന്നാൽ എല്ലാ തലമുറകളും ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ദേശത്ത് കടന്നു വന്നെങ്കിലും മരണം സംഭവിച്ചെങ്കിൽ അതിലൊരു തലമുറയെ ദൈവ നിയോഗത്തോടെ അയച്ചത് കൊണ്ട് ആ മരണത്തിന്റെ താഴ്വരയിൽ ദൈവം വെടിവെച്ചു. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
Praise the Lord. ഈ ദേശത്തൊരു വേല വെളിപ്പെടുകയില്ലെന്നും ഈ ദേശത്തൊരു വേലയുടെ അനുഭവം ഉണ്ടാകുകയില്ലെന്നും ശത്രു പോരാടിക്കൊണ്ടിരുന്നു. തകർക്കേണ്ടതിനെ തകർത്തും ഇടിക്കേണ്ടതിന് ഇടിച്ചും ഇല്ലായ്മയുടെ അവൻ വീരഗാഥം മുഴക്കുമ്പോൾ അതിന്റെ നടുവിൽ നിന്ന് ദൈവ നിയോഗമുള്ള ആരെന്നറിയാമോ? മിസ്രൈമിൽ നിന്ന് എന്റെ മകനെ ഞാൻ വിളിച്ചു വരുത്തിയിരിക്കുന്നു. അവൻ മരണത്തിന്റെ ഗന്ധത്തിൽ നിന്നും മരണത്തിന്റെ താഴ്വരയിൽ നിന്നും ജീവന്റെ തുടിപ്പുള്ളവനായി അവൻ നസ്രത്തിൽ വന്ന് ജീവനോടെ എന്താ കാരണം അറിയാമോ? നിന്റെ മേലൊരു വാഗ്ദത്തം ഉള്ളത് കൊണ്ട്. സ്തോത്രം. നിന്റെ മേലൊരു വാഗ്ദത്തം ഉള്ളതുകൊണ്ട്. വാഗ്ദത്തം ഉള്ളതിനെ തകർക്കുവാൻ പിശാചിന് കഴിയുകയില്ല. സ്തോത്രം. അവന്റെ മേൽ രക്തം അടയാളമുണ്ട്. രക്തം അടയാളമുള്ള ഒന്നിനെ തൊടുവാൻ കഴിയുകയില്ല. സ്തോത്രം. ആമേൻ. മരിക്കുമെന്ന് പറഞ്ഞ എല്ലാ വാഗ്ദത്തം ശത്രുവിന്റെ പദ്ധതികളെ തകർത്ത് വാഗ്ദത്തം നിവൃത്തിയായി അവൻ വന്നു പാർത്തു. ദൈവത്തിന് സ്തോത്രം. Praise the Lord. Praise the Lord. എന്തിനാ വന്ന് പാർത്തറിയാമോ? ദൈവം പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും നിവൃത്തീകരിക്കുവാൻ വേണ്ടി. സ്തോത്രം. മത്തായി 4:14 മുതൽ 16 വരുന്ന വായിച്ച് രണ്ട് ഭാഗങ്ങൾ പറഞ്ഞ ആ ഭാഗം സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരെയുമുള്ള നാടും ജാതികളുടെ ഗലിയിലെയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം. മരണത്തിന്റെ ദേശമായിരുന്നു, ഇരുളായിരുന്നു. 2 വയസ്സിൽ താഴെയുള്ളതിന് മുഴുവൻ കൊന്ന മരണത്തിന്റെ ദേശത്ത് നിയോഗമുള്ളവന് ദൈവം അയച്ചപ്പോൾ അവനൊന്ന് വന്നതേ ഉള്ളൂ. ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഹല്ലേലൂയ. മരണത്തിന്റെ ദേശത്തിലും നിഴലിൽ പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത നിവൃത്തിയാകുവാൻ ഇടവന്നു. സ്തോത്രം. ഇടവന്നു. സ്തോത്രം. നിവൃത്തിയാകുവാൻ ഇടവന്നു. സ്തോത്രം. വെറുതെ അയച്ചതല്ല, നിവർത്തീകരിക്കുവാൻ ഇടവന്നു. സാക്ഷ്യപ്പെടുത്തുവാൻ ആര് സാക്ഷ്യപ്പെടുത്തും? ദൈവം സാക്ഷ്യപ്പെടുത്തുവാൻ ഇടവരുവാൻ ദൈവം നമ്മെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആദ്യം എന്ത് ചെയ്തു? ഇരുട്ടിലിരിക്കുന്ന ജനം വെളിച്ചം കണ്ടു. അന്ധകാരത്തിലെ മരണത്തിന്റെ ദേശത്തിൽ ജീവന്റെയും വെളിച്ചത്തിന്റെയും തുടുപ്പുകൾ അതിന്റെ പൂർണ്ണതയെത്തിക്കുവാൻ ദൈവസഭയെ ദൈവം അയച്ചിരിക്കുകയാണ്. സ്തോത്രം. മത്തായി 12 സ്തോത്രം 17 മുതൽ വായിച്ച് ആ ഭാഗം അവസാനിപ്പിക്കണം. പറഞ്ഞു സാർ. മത്തായി Matthew 12:17. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ. എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ പ്രിയൻ. എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ പ്രിയൻ. ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വയ്ക്കും. അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും. അവൻ കലഹിക്കുകയില്ല, നിലവിളിക്കുകയില്ല. ആരും തെരുക്കളിൽ അവന്റെ ശബ്ദം കേൾക്കുകയുമില്ല. ചതഞ്ഞ ഓട് അവൻ ഒടിച്ചു കളയുകയില്ല. പുകയുന്ന തിരി കെടുത്തു കളയുകയില്ല. അവൻ ന്യായവിധി ജയത്തോളം നടത്തും. അവന്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. തകർന്നതും ഒടിഞ്ഞതുമായ ജീവിതങ്ങൾ ജാതികൾ വരെ അവൻ പ്രത്യാശ വെക്കുന്ന നിലയിൽ എല്ലാ തരത്തിലും തകർന്നു കിടക്കുന്ന ജീവിതങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ദൈവസഭയിൽ ഓരോ മക്കളുടെ മേൽ വന്നതുകൊണ്ട് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ പ്രിയൻ, എന്റെ ആത്മാവിനെ ഞാൻ അവന്റെ മേൽ വെക്കുന്നു. ദേശത്ത് ദൈവപ്രവാചകനിലൂടെ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും നിവൃത്തീകരിപ്പാൻ നസ്രയനായ യേശു എന്ന പേര് സ്വീകരിച്ചെങ്കിൽ ദൈവത്തിനെ നിന്നെ ദേശത്തിന്റെ നാമത്തിൽ അറിയപ്പെടുവാൻ ദൈവം ഇന്ന് പകൽക്കാലം വിളിച്ചിരിക്കുമ്പോൾ നിന്റെ അനുഭവങ്ങൾ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തി നിന്നെ അഭിഷേകത്തോട് അധികാരത്തോടു കൂടെ ഈ ദേശത്തെ അന്ധകാര ജനത്തിനും തകർന്ന ജനത്തിനും വിടുതലാക്കി ദൈവസഭയെ നിങ്ങളെ മാറ്റുവാൻ പോകും. അതിന്റെ പ്രത്യേകത നിവൃത്തിയാകുവാൻ ഇടവന്നു, നിവൃത്തിയാകുവാൻ സംഗതി വന്നു, നിവൃത്തിയായി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത് എന്നെ നിങ്ങളെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങളുടെ നിവൃത്തീകരണം സംഭവിക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 46-47. ജോൺ ചാപ്റ്റർ 1:46-47. നഥനയേൽ അവനോട് നസ്രത്തിൽ നിന്നോ വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട് വന്ന് കാണുക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. മതി. നഥനയേൽ ചോദിക്കുകയാണ്, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? നന്മ പ്രാപിച്ച പറയുക, നന്മ വരുമോന്നോ? നീ വന്നൊന്ന് കാണാന്ന് പറഞ്ഞു. സ്തോത്രം.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദേശത്തിന്റെ പേരിൽ ഞാൻ നീ അറിയപ്പെടാമെന്ന രണ്ടാമത് ചെയ്യാൻ വന്ന കാര്യം, നന്മകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ആമേൻ, ആമേൻ. ജനം പറയുന്നത് അറിയാമോ? നാസറത്തിൽ നിന്ന് നന്മയുണ്ട്, ദൈവസഭയിൽ പോയ നന്മയുണ്ട്, അവിടെ ആരാധിച്ച നന്മയുണ്ട്. കാരണം അവിടെ ലീഡർ ഇല്ല. ആമേൻ. ഭൂമിയിൽ ലീഡർമാരില്ല. ഒരേ ഒരു ലീഡർ ഉള്ള സ്തോത്രം, അത് നസറേയനായ യേശുവാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നാസറത്തിൽ നന്മ വരുമോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ്. സങ്കീർത്തനത്തിൽ 4:6 പറയുന്നു, സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നമുക്ക് ആര് നന്മ കാണിക്കുമെന്ന്. സ്തോത്രം വായിച്ച് സങ്കീർത്തനം 4:6. ഇവിടെ ചോദ്യം ഉയർന്നു. ഒത്തിരി പ്രാർത്ഥനയുണ്ട്, ഒത്തിരി ആരാധനയുണ്ട്, പക്ഷെ നമ്മൾ നന്മ പ്രാപിക്കുന്നില്ല. നമുക്ക് ആര് നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നവരുണ്ട് ഇവിടെ. സ്തോത്രം. അവിടെ എന്ത് ചെയ്യാൻ പോവുക? അടുത്ത വാക്യം, യഹോവേ നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഇരുട്ടിലിരിക്കുന്ന ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ മുഖപ്രകാശം ഉദിക്കുമ്പോൾ അവർ തിരിച്ചറിയുന്ന ഇതാ നന്മ കാണിക്കുമെന്ന് പറയുവാനുള്ള ചോദ്യങ്ങൾക്ക് ഇതാ മറുപടി ആയിരിക്കുന്ന. സ്തോത്രം, സ്തോത്രം. ഇരുട്ടിൽ നിന്നോണ്ടാ ചോദിച്ചത്. പക്ഷേ സ്തോത്രം, ദൈവസഭ നീ പോയപ്പോഴത്തേക്കും ഇരുട്ടിൽ ജനം എന്ത് കണ്ടു? ദൈവത്തിന്റെ മുഖപ്രകാശ രക്ഷ കണ്ടു. ആ പ്രകാശം അനുഭവിച്ചു പറയുക, ഇതാ ഞങ്ങൾ നന്മ പ്രാപിക്കുവാൻ പോകുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ദൂതൊക്കെ പറയുന്നുണ്ട്, ഇവിടെ കിടന്ന് കുറച്ച് കളിയൊക്കെ കളിച്ചോണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളാകത്ത് ഈ ദൂത് കിടക്കും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയുന്നു, ആമേൻ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സ്തോത്രം. ഇതുവരെയും നന്മ പ്രാപിച്ചില്ല എന്ന് ഭാരപ്പെടുന്ന ദൈവത്തിലെ, അവൻ നിർണയപ്രകാരം വിളിക്കപ്പെട്ട ദൈവത്തിലെ, അവൻ വാഗ്ദത്തം നിവൃത്തിയായിരിക്കും. ദൈവം നിന്നോട് ദൂത് പറയുന്നു, അവൻ നീ പ്രാപിക്കേണ്ട സകല നന്മകളും നീ പ്രാപിക്കുവാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. തടഞ്ഞ നന്മകളൊക്കെ നീ പ്രാപിക്കാൻ പോകുക. സ്തോത്രം. അപഹരിച്ച നന്മകൾ നീ പ്രാപിക്കാൻ പോകുക. സ്തോത്രം. നന്മകളാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുക. സ്തോത്രം. ഇപ്പൊ ചോദിക്കുക, എന്താ നന്മ? ദൈവസഭയുടെ ബന്ധം എന്താ നന്മ? സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 40-41. ജോൺ ചാപ്റ്റർ 1:40-41. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച രണ്ടുപേരിൽ ഒരുത്തൻ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. സ്തോത്രം. യോഹന്നാൻ ഒരു നന്മ കാണിച്ചു കൊടുത്തു. ആർക്ക്? തന്റെ 2 ശിഷ്യന്മാർക്ക്. അത് കേട്ട് രണ്ടുപേരെ അനുഗമിച്ചു. അതിൽ ഒരാൾ ആരായിരുന്നു? അന്ത്രയോസ് ആയിരുന്നു. യോഹന്നാൻ നന്മ കാണിച്ചു കൊടുത്തു. അന്ത്രയോസ് പോയി. അന്ത്രയോസ് നന്മ പ്രാപിച്ചു. അന്ത്രയോസ് നന്മ പ്രാപിച്ചു. എന്ത് ചെയ്തു അന്ത്രയോസ്? അവൻ തന്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് അവനോട്, പ്രൈസ് ദി ലോർഡ്. അന്ത്രയോസ് വീട്ടിൽ ചെന്ന് സഹോദരനായ ശീമോനോട് പറഞ്ഞു, ഞങ്ങൾ മെസ്സിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. ഞങ്ങൾ നന്മ കണ്ടെത്തിയിരിക്കുന്നു. അവിടെ എന്ത് സംഭവിച്ചു? അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. പത്രോസിന് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഒന്നാമത്തെ നന്മ, വാഗ്ദത്ത നിവൃത്തീകരണത്തിന് ഒന്നാമത്തെ നന്മ, നിന്റെ കുടുംബത്തിൽ നിന്ന് അനേക ക്രിസ്തുവിലേക്ക് വരാൻ പോകുക. സ്തോത്രം. ഇന്ന് വരെ പറഞ്ഞിട്ടും അനങ്ങാത്തവരുണ്ടല്ലോ, ഇപ്പൊ ചലിക്കാൻ തുടങ്ങി. സ്തോത്രം. ഇന്ന് വരെ അനങ്ങാത്തവരിൽ ദൈവത്തിനെ കയറുവാൻ തുടങ്ങി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നീ അനുഭവിച്ച നന്മ ഇതുവരെ നീ സാക്ഷീകരിച്ചിട്ടില്ല. എന്നാൽ നീ അറിയാതെ നീ ആരോടെന്ന് പറഞ്ഞാ മതി, ഇതുവരെ വരാത്തവരെല്ലാം ഈ വരാൻ പോകുക. സ്തോത്രം. തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു നീ. സ്തോത്രം. എന്നാൽ അശുദ്ധാത്മാവിന്റെ ആ മനുഷ്യൻ എന്ത് ചെയ്തു? ഇഴച്ചവനങ്ങ് പോയി. തടസ്സങ്ങളെല്ലാം മാറി. ഇപ്പൊ നീ ബ്രദറെ, നീ അങ്ങോട്ട് ചോദിക്കണ്ട, ഇങ്ങോട്ട് വിളിച്ചു പറയുക, എവിടാണ് ആരാധന? ഞങ്ങൾക്ക് അങ്ങോട്ട് വരണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കുടുംബത്തിന് ഒരു വലിയ വിടുതലുണ്ടാകാൻ പോകുക. സ്തോത്രം. ആമേൻ. ഇതുവരെ രക്ഷിക്കപ്പെടാത്തവർ വിടുവിക്കപ്പെടാൻ പോകുക. സ്തോത്രം. നീ പറഞ്ഞില്ലെങ്കിലും അവർ ചിലപ്പോൾ നിന്നോട് ചോദിക്കാൻ പോകുക, എങ്ങനെ സ്നാനപ്പെടണം, എങ്ങനെ രക്ഷിക്കപ്പെടണം, എങ്ങനെ ക്രിസ്തുവിനെ അറിയണമെന്ന് അവർ നിന്നോട് ചോദിക്കാൻ പോകുക. സ്തോത്രം. കാരണം നീ നന്മ കണ്ടു. ഈ നന്മ നീ സാക്ഷീകരിച്ചു. സ്തോത്രം. അപ്പൊ കുടുംബത്തിൽ നിന്ന് 2 പേരിറങ്ങി. സ്തോത്രം. അതിന്റെ 43 വായിച്ച്. പിറ്റേന്നാൾ യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ട് എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. ഫിലിപ്പോസോ അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബേത്സയിദയിൽ നിന്നുള്ളവനായിരുന്നു. രണ്ടാമത്
യോഹന്നാൻ പ്രാപിച്ച നന്മ അന്ത്രയോസിന് കൊടുത്തു. അന്ത്രയോസ് പ്രാപിച്ച നന്മ പത്രോസിന് കൊടുത്തു. സ്തോത്രം. ആ പട്ടണത്തിൽ ഇരുന്ന അന്ത്രയോസും ശീമോനും കൂടെ സാക്ഷ്യം പറഞ്ഞ് വചനം കേട്ടിരുന്ന ഫിലിപ്പോസിനെ യേശു വിളിച്ചു. അവൻ ഇറങ്ങി തിരിച്ചു. രണ്ടാമതുള്ള നന്മ, നിന്റെ ദേശത്തെ ചിലർ വിശ്വാസത്തിലേക്ക് വരാൻ പോവുകയാണ്. സ്തോത്രം. ആമേൻ, ആമേൻ. സ്തോത്രം. ഒരു ഓർത്തോണം, നീ പറഞ്ഞാ മതി, ക്രിസ്തു അവരെ വിളിച്ചോളും. സ്തോത്രം. നീ പറഞ്ഞാ മതി, ക്രിസ്തു അവരെ വിളിച്ചോളും. കേട്ട പാടെ സ്തോത്രം ഫിലിപ്പോസ് ആദ്യം ചെയ്തു, യേശുവിനെ അനുഗമിച്ചു. സ്തോത്രം, സ്തോത്രം. ഈ അനുഗമിച്ച് ഈ നന്മ പ്രാപിച്ചത് പ്രത്യേകത ഉണ്ടെന്ന് അറിയാം. നന്മ പ്രാപിച്ചൊരു മിണ്ടാതിരിക്കുകയാണ്. അന്ത്രയോസ് പ്രാപിച്ചു, അവൻ സാക്ഷ്യപ്പെടുത്തി. പത്രോസും പ്രാപിച്ചു, ഫിലിപ്പോസും സാക്ഷ്യപ്പെടുത്തി. ഫിലിപ്പോസ് പ്രാപിച്ചു. 45-ാം വാക്യം പറയുന്നത് വായിച്ചേ. ഫിലിപ്പോസ് നദനേലിനോട് പറയുക, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. ഫിലിപ്പോസ് പറയുക, ആമേൻ, നന്മ പ്രാപിച്ചതിന് മിണ്ടാതിരിക്കാൻ കഴിയുകയില്ല. അവൻ നദനയോട് പറയുക, ഇതാ വരൂ, നിനക്ക് നന്മ കാണാം. നന്മ വരുമോ? വന്ന് കാണാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവസഭയിലേക്ക് ദൈവം ആത്മാക്കളെ അയക്കാൻ പോവുക. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നിന്റെ കഴിവുകൊണ്ടൊന്നല്ല കേട്ടോ, നിന്റെ മിടുക്കൊണ്ടല്ല, നിന്റെ ജ്ഞാനം കൊണ്ടല്ല, ഇവിടെ എന്തെങ്കിലും പ്രത്യേകം നമുക്കുള്ളത് കൊണ്ടല്ല. കാരണം എന്താണെന്നറിയാമോ? ഇത് നസറേയനായ യേശുവാണ്. ഇത് ദേശത്തിന്റെ സഭയാണ്. അതുകൊണ്ട് ദൈവമേ, ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുവാൻ പോകുന്നത് കൊണ്ട് നീ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ജനം തേടി വരാൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. വരുന്നവരൊന്നും അന്ത്രയോസിനെയും പത്രോസിനെയും ഫിലിപ്പോസിനെയും നദനേലിനെയും കാണാനല്ല വരുന്നത്. അവർ വരുന്നത് നന്മയുള്ള ക്രിസ്തുവിനെ കാണാനാണ് വരുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്നെ ഇവിടുത്തെ വാസ്തവത്തിന്റെ വലിയ മിടുക്കൊന്നും കാണാൻ വരുന്നതല്ല. ദൈവം അയച്ചു വരുന്നവരെ ആരെ കാണിച്ചു കൊടുക്കണം? നമ്മൾ സേവിക്കുന്ന ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കണം. സ്തോത്രം. ഒരു വീട്ടിൽ ചെന്ന് ആരോട് പറഞ്ഞേക്കുന്നത്, ഞങ്ങളുടെ വാസ്തു ഭയങ്കര വാസ്തു, ഞങ്ങളുടെ സഭ ഭയങ്കര, ഇത് പറയാനുള്ള സ്ഥലമല്ല. നന്മ ക്രിസ്തുവില. നിനക്ക് സാക്ഷീകരിപ്പാനുള്ള ക്രിസ്തുവിനെയാ. ആ നാമമല്ലാതെ മറ്റൊന്നും നിന്റെ ആദരത്തിൽ ഉയരുവാൻ ഇടയാകരുത്. അതുകൊണ്ട് വിടുവിക്കപ്പെട്ട് ജനം പുറത്തു വന്നത്. വിടുവിക്കപ്പെട്ട് പുറത്തു വരിക മാത്രമല്ല, മരണം വന്നാലും വിട്ടുപിരിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അന്ത്യം വരെ ക്രിസ്തുവിനെ അനുഗമിച്ചു. നന്മ എന്ന് പറഞ്ഞാൽ നീ ആഗ്രഹിക്കുന്നതിനെ വിടുതലില്ലേ നിന്റെ കുടുംബത്തിന്? നീ ആഗ്രഹിക്കുന്ന വിടുതൽ നാട്ടുകാരിൽ, നീ ആഗ്രഹിക്കുന്ന വിടുതലില്ലേ? നീ പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? ആമേൻ. നീ പ്രാർത്ഥിക്കുന്നവരും നീ അറിയാത്തവരും നിന്നെ തേടി വരാൻ പോകുക. സ്തോത്രം. സക്കറിയ 8-ാം വാക്യത്ത് വായിച്ചു. സക്കറിയ 8:21, 8:23. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആ കാലത്ത് ജാതികളുടെ സകല ഭാഷകളിലും നിന്ന്, ജാതികളുടെ സകല ഭാഷകളിൽ നിന്ന് 10 പേർ ഒരു യഹൂദന്റെ വസ്ത്രാഗ്രം പിടിച്ചു. 10 പേർ വഴിയെ നടന്നുപോയ ഒരു യഹൂദന്റെ വസ്ത്രാഗ്രത്തെ കയറി ചെയ്തു, പിടിച്ചു. യഹൂദനൊന്നും പറഞ്ഞില്ല, അവൻ നടന്നു പോകായിരുന്നു. ഇത് പറഞ്ഞടുത്തത്, ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെന്ന്, ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ കേട്ടിരിക്കുകയാൽ. ഞങ്ങൾ കേട്ടിരിക്കുകയാൽ. എങ്ങനെയാ കേട്ടത്? എങ്ങനെയാ കേട്ടത്? ആരെങ്കിലും പറയാതെ കേൾക്കാൻ പറ്റുമോ? ആരാ പറയേണ്ടത്? നന്മ പ്രാപിച്ചവൻ പറയണം. സ്തോത്രം. കേട്ടിരിക്കാൻ ഞങ്ങൾ നിങ്ങളോട് കൂടെ നിങ്ങളോട് പോരുമെന്ന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അറിയാത്ത ജാതികൾ പോലും, ദൈവത്തെ അറിയാത്ത ജാതികൾ പോലും നിന്നിൽ വ്യാപരിക്കുന്ന ദൈവറവ കണ്ടുകൊണ്ട്, നിന്നിൽ ദൈവമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ കൂടെ വരുന്ന സ്വർഗീയ അനുഭവം ശാസ്ത്രത്തിൽ നിന്ന് നന്മ വെളിപ്പെടാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാഗ്ദത്ത നിവൃത്തീകരണം സംഭവിക്കാൻ പോകുന്നു. നന്മ നീ പ്രാപിക്കുവാൻ പോകുന്നു. ആത്മാക്കളെ കൊണ്ട് ദൈവം നിന്നെ, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ പോകുന്നു. സ്വന്തം ദൈവസഭയെ അനുഗ്രഹിക്കാൻ പോകുന്നു. നീ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിന്നോട് അടുത്ത് വന്ന് ചോദിച്ച് നീ പ്രാർത്ഥിക്കുന്ന ഇടമേധ, നീ പോകുന്ന ആരാധനാലയമേധ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, നിന്നെ തേടി വരും. എന്നാൽ മറന്നു പോകരുത്, ഇങ്ങനെ ദൈവമുണ്ടെന്ന് ആരെങ്കിലും കേൾക്കണമെങ്കിൽ നന്മ പ്രാപിച്ച അന്ത്രയോസേ, നന്മ പ്രാപിച്ച പത്രോസേ, നന്മ പ്രാപിച്ച ഫിലിപ്പോസേ, നന്മ പ്രാപിച്ച സ്തോത്രം നദനിയേലേ, നീ അടങ്ങിയിരിക്കരുത്, നീ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. സ്തോത്രം.
പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് ലൂക്കോസ് 4:16 ഈ ഭാഗം പറഞ്ഞ് പ്രാർത്ഥിക്കുക. ലൂക്ക് ചാപ്റ്റർ 4:16 എന്താണ്? നസ്രയത്ത് എന്നാൽ അവൻ വളർന്ന നസ്രത്തിൽ വന്നു. യേശു അവൻ വളർന്ന നസ്രത്തിൽ വന്നു. നസ്രത്തിൽ വന്നു. സ്തോത്രം. മൂന്നാമത് ദൈവം തരാൻ പോകുന്ന അനുഗ്രഹം, നീ സ്പിരിച്വലി നീ വളരാൻ പോവുക. സ്തോത്രം. കർത്താവ് ആഗ്രഹിക്കുന്ന അനുഭവത്തിൽ നീ ആയിത്തീരാൻ പോവുക. സ്തോത്രം. നമ്മുടെ മനസ്സിലുണ്ടല്ലോ, കർത്താവെ ഞാൻ ആഗ്രഹിക്കുന്ന അളവിൽ പോലും ഞാൻ ഇന്നുവരെ ആയിട്ടില്ല. എനിക്ക് ഡെയിലി ഒരു 10 മിനിറ്റ് വെച്ച് പ്രാർത്ഥിക്കണം, പറ്റുന്നില്ല. എനിക്കൊരു അധ്യായമെങ്കിലും വായിക്കണം, പറ്റുന്നില്ല. സ്തോത്രം. എനിക്ക് ആഴ്ച ഒരു ട്രാക്ടറിന് കൊടുക്കണം, പറ്റുന്നില്ല. കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്ന പോലും എനിക്കായിത്തീരുവാൻ കഴിയുന്നില്ലെങ്കിൽ, ആമേൻ, ദൈവസഭയോട് ദൂത് പറയുന്നു, ദൈവം ആഗ്രഹിക്കുന്ന പോലെ ദൈവം നിന്റെ ആത്മീയ അനുഭവത്തെ മാറ്റുവാൻ പോവുക. Hallelujah. Praise the Lord. Yes, God will do that. ആമേൻ. ആ മുഖങ്ങളെ ദൈവം ഒടിക്കും. സ്തോത്രം. ആമേൻ. നിന്നാൽ കഴിയാത്ത കാര്യങ്ങൾ നിന്നിലൂടെ ദൈവം ചെയ്യിക്കും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കോസ് 4:1 ഇങ്ങനെ വായിക്കുന്നു, അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എന്ത് ചെയ്തു? യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി വിട്ടു. നീ പ്രാർത്ഥിച്ച കർത്താവേ ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ മതി പ്രാർത്ഥിച്ച. പക്ഷെ 4:14 എന്താ വായിക്കുന്നത്? യേശു ആത്മാവിന്റെ ശക്തിയോടെ. നിന്നെ നിറവിലല്ല, ആത്മാവിന്റെ നിറവിലല്ല, ആത്മാവിന്റെ ശക്തിയിൽ നിന്നെ ഞാൻ ആത്മീയ വളർത്താൻ പോവുക. പ്രാർത്ഥിച്ചെന്തായിരുന്നു? എനിക്കൊരു അധ്യായം വായിച്ചാൽ മതി, നീ 10 അധ്യായം വായിക്കും. എനിക്ക് 5 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ മതി, നീ 5 മണിക്കൂർ പ്രാർത്ഥിക്കും. എനിക്ക് ആഴ്ച ഒരു ദിവസം ഒരാൾ ട്രാക്ട് കൊടുത്താൽ മതി, നീ എല്ലാ ദിനവും കൊടുക്കും. സ്തോത്രം. എനിക്കൊരു ആത്മാവിനെ മതി, ആത്മാക്കളെ കൊണ്ട് ദൈവം തൃപ്തി വരുത്തും. കർത്താവിന്റെ കുടുംബം വിടുവിക്കപ്പെട്ടാൽ മതി, കുടുംബാംഗങ്ങളെല്ലാം ദൈവം വിടുവിക്കും. സ്തോത്രം. നീ ആത്മീയമായി വളരുവാൻ പോയി. ഹല്ലേലൂയ. ചോദിച്ചത് പരിശുദ്ധാത്മാ നിറവ്, പക്ഷേ ആത്മാവിന്റെ ശക്തിയോടെ എന്ത് ചെയ്തു? മടങ്ങി വന്നു. മടങ്ങി വന്നിട്ട് എന്ത് ചെയ്തു? അതിന്റെ 18 വായിച്ചു. 18-19. ദരിദ്രന്മാരുടെ സുശീലത പറയുമ്പോൾ നമ്മൾ പാവപ്പെട്ടവരാണ് ചിന്തിക്കുക. നമ്മൾ ഒരിക്കൽ പറഞ്ഞു ആത്മാവിൽ ദരിദ്രം. പാവപ്പെട്ടൊരു സുശീലതയ്ക്കല്ല യേശു അയച്ചത്. ആത്മീയമായി തകർന്ന് ശൂന്യതിരിക്കുന്നവരോട് സുശീലം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാണ്. കർത്താവ് എന്നെ അഭിഷേകം ചെയ്തു. എങ്ങനെയാണ്? ഒരു മിനിറ്റ്. ആത്മീയമായി വളരണമെന്ന് പ്രാർത്ഥിച്ചു. അവൻ നിന്നെ അവന്റെ ഹിതപ്രകാരം വളർത്തി. അവൻ എന്നെ അഭിഷേകം ചെയ്യാൻ അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും. ദൈവം എന്നെ ആത്മീയമായി വളർത്തിയപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ദൈവം എന്നോട് ചെയ്യാൻ തുടങ്ങി. സ്തോത്രം. ബന്ധിക്കപ്പെട്ടവർ ആമേൻ എന്നിലൂടെ വിടുവിക്കപ്പെടാൻ തുടങ്ങി. സ്തോത്രം. അടുത്തത് ആമേ ആത്മീയ അന്ധത പ്രാപിച്ച കണ്ണുകൾ തുറക്കുവാൻ തുടങ്ങി. സ്തോത്രം. മൂന്നാമത് ആമേൻ ശത്രു പലവിധ പ്രശ്നങ്ങളിൽ പീഡിപ്പിച്ചവർക്ക് കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും ദൈവം എന്നെ ഇരിക്കുന്നു. അയ്യോ, ഇതുവരെ എനിക്ക് ഒന്നും പറ്റത്തില്ല. പക്ഷെ എപ്പോഴെന്നറിയാമോ? ആത്മാവിൽ ദരിദ്രരോട് ഞാൻ സുവിശേഷം അറിയിക്കാൻ തുടങ്ങിയപ്പോൾ, നന്മ പ്രാപിച്ചവൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ ആത്മീയ വളർച്ചയിൽ വരുവാൻ തുടങ്ങി. സ്തോത്രം. ഞാൻ അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ബദ്ധന്മാർ വിടുവിക്കപ്പെടാൻ തുടങ്ങി. കുരുടന്മാർ കാണുവാൻ തുടങ്ങി. ആമേൻ. പീഡിതർക്ക് വിടുതൽ ലഭിക്കാൻ തുടങ്ങി. ക്രിസ്തുവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ തക്കവണ്ണം ദൈവം എന്നെ അധികാരപ്പെടുത്തി. സ്തോത്രം. ഹല്ലേലൂയ. അതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ബൈബിൾ വായിച്ചൊന്നും മനസ്സിലാകുന്നില്ല. ഇപ്പോൾ എന്താ നോക്കിയ 4:32 വായിച്ചു. അവന്റെ വചനം അധികാരത്തോടെ ആകിയാൽ. ബൈബിൾ വായിച്ചാൽ മനസ്സിലാകാത്ത നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോകുന്നറിയാമോ? നീ വചനം പ്രസംഗിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവർ അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അധികാരത്തോടെ നീ പ്രസംഗിക്കാൻ തുടങ്ങി. ഇതുവരെ മനസ്സിലായില്ല എന്തുവാണ്, ഇതുവരെ തിരിച്ചറിഞ്ഞില്ല എന്തുവാണെന്ന്. പക്ഷെ ദൈവം നിന്റെ ഉള്ളത്തിൽ വചനം തന്നപ്പോൾ, അഭിഷേകം തന്നപ്പോൾ, അധികാരം വെളിപ്പെടുത്തി നീ വചനം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ജനം ശ്രമിച്ചത്, അവൻ വിസ്മയിച്ചത്, നീ പ്രസംഗിച്ചപ്പോൾ അധികാരത്തോടെ പ്രസംഗിക്കാൻ തുടങ്ങി. നീ എന്താ ചെയ്യാൻ തുടങ്ങിയത്? സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. സുവിശേഷം അറിയിക്കാൻ തുടങ്ങിയപ്പോൾ ആത്മീയ വളർച്ച വരുവാൻ തുടങ്ങി. സ്തോത്രം. 21 ദിവസം പട്ടിണിരുന്നാൽ ആത്മീയ വളർച്ച വരത്തില്ല. 7 ദിവസം പട്ടിണിരുന്ന ആത്മീയ വളർച്ച വരത്തില്ല. 7ഉം 14 ഇരുന്ന് പട്ടിണിരിക്കും. എന്താ അറിയാമോ? കർത്താവേ, സുവിശേഷം അറിയിപ്പോഴുള്ള കൃപ എന്റെ മേൽ പകരണമേ എന്ന്. സ്തോത്രം.
ഇതങ്ങോട്ട് വെളിപ്പെടുമ്പോൾ ദൈവം നിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തും. ഹല്ലേലൂയ. നിനക്ക് ചെയ്യാൻ നീ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ നിന്നിലൂടെ ദൈവം ചെയ്യുക എന്ന് മാത്രമല്ല, അധികാരത്തോടെ ദൈവം നിന്നെ നടത്തുവാൻ തുടങ്ങി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദേശത്തിന്റെ പേരിൽ ദേശത്തേക്ക് അയച്ച് ദൈവജനത്തെ ദൈവസഭയെ ദൈവം മാനിക്കാൻ പോവുകയാണ്. ഒരു വലിയ പ്രവർത്തിക്കാൻ നിങ്ങൾ ഒരുങ്ങിക്കോ. ഒരു അടയാളം പോലെ പറഞ്ഞു തരാം. ആമേൻ. നീ ഇന്ന് മുതൽ നീ ചുമ്മാ പറഞ്ഞേ, ഒരാൾ ചുമ്മാ എന്ന് പറഞ്ഞേ, വരുന്നു ആരാധനയ്ക്ക്. നീ മത്തായി 14:2 വായിക്കാൻ പറയണ്ട. വരുന്നു ആരാധനയ്ക്ക്. ആമേൻ. സ്തോത്രം. നിന്റെ വസ്ത്രാഗ്രം പിടിച്ചവർ വന്നെങ്കിൽ നിന്റെ ശബ്ദം കേൾക്കുന്നവർ ആരാധനയ്ക്ക് വരുവാൻ തുടങ്ങും. അവർ ഇതുവരെ വരാത്തവർ മനസ്സിളക്കാൻ തുടങ്ങും. അവർ തീരുമാനമെടുക്കാൻ തുടങ്ങും. നീ ആശ്ചര്യപ്പെട്ടു പോകും. കാരണം അറിയാമോ, ഇതുവരെ പ്രാപിക്കാത്ത കാര്യങ്ങൾ ദൈവത്തിനെ കൂടെ ചെയ്യിക്കാൻ പോവുകയാണ്. സ്തോത്രം. സ്തോത്രം. ദൈവമക്കളെ, സ്വയം പരിചയപ്പെടുത്തി. അതെ, ഞാൻ നസ്രയനായ യേശു. അഭിമാനത്തോടെ പറഞ്ഞു യേശു, ഞാൻ നസ്രയനായ യേശു. നമുക്ക് അഭിമാനത്തോടെ പറയാം, ഈ ദേശത്തിനായ ദൈവം നമ്മെ അയച്ചിരിക്കുന്നു. യെസ്, ഇതൊരു ഗ്രൂപ്പിന്റെ അല്ല, ഇതൊരു പ്രസ്ഥാനത്തിന്റെ അല്ല, ഇത് ദൈവത്തിന്റെ നിയോഗമാണ്. ഈ പട്ടണത്തിൽ അന്ധകാരത്തിലിരിക്കുന്നവർക്ക്, പീഡിതന്മാർക്ക്, ബദ്ധന്മാർക്ക്, കുരുടന്മാർക്ക് ആമേൻ വിടുതൽ കൊടുക്കുവാൻ, ആശ്വാസപ്രദം ആയ അനുഭവങ്ങൾ കൊടുക്കുവാൻ, ആമേ അധികാരത്തോടെ അഭിഷേകത്തോടു കൂടെ നന്മ പ്രാപിച്ചവർ ഈ ദേശത്തും ഇതേ രാജ്യത്തിറങ്ങി നടന്ന് ദൈവരാജ്യം പ്രഘോഷിക്കാൻ തുടങ്ങുമ്പോൾ ആമേൻ ഈ ഹോളിൽ ഇരിക്കുവാനല്ല, നിങ്ങൾ ചിന്തിക്കാൻ കഴിയാതെ വണ്ണം ദൈവാത്മാക്കളെ അയച്ച് അവരെ ക്രിസ്തുവിനോട് ചേർത്തൊട്ടിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. നിന്റെ കുടുംബത്തിൽ നിന്ന് വിടുവിക്കപ്പെടും. നിന്റെ ദേശത്തുനിന്ന് വിടുവിക്കപ്പെടും. നീ പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങൾ വിടുവിക്കപ്പെടും. അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ പോകുക. സ്തോത്രം. ശത്രു പറഞ്ഞതും നീ ചിന്തിക്കുന്നതും നിന്റെ ജീവിതത്തിൽ നടക്കുകയില്ല. ദൈവം നിർണയിച്ചത് മാത്രം സംഭവിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ആരാകുന്നു? ധൈര്യത്തോടെ പറ, ദൈവം ദൈവസഭയെ അയച്ചിരിക്കുന്നു. ഒരു വലിയ പ്രവൃത്തിക്കായി ഒരുങ്ങുന്നു. ഞാനും അതിന്റെ ഭാഗമാ. ആമേൻ. ഒന്നിനും കൊള്ളാത്ത എന്നെ അത്ഭുതകരമായി എന്നെ ദൈവം നടത്തുവാൻ പോകുന്നു. എന്നിലൂടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. അത് ദൈവം ആ മഹത്വമായി തീരുവാൻ പോകുന്നു. ഓർപ്പിച്ചതുപോലെ ഒരിക്കലും ഓർപ്പിക്കുന്നു, അന്ത്രയോസിനെയും പത്രോസിനെയും ഫിലിപ്പോസിനെയും നദനയേലിനെയും കാണുവാനല്ല ജനം കടന്നു വരുന്നത്. അവർ അനുഭവിച്ച നന്മയായ ക്രിസ്തുവിനെ കാണുവാൻ അത്ര കടന്നു വരുന്നത്. ആ ക്രിസ്തുവിലേക്ക് ഓരോരുത്തരെ നടത്തുവാൻ ദൈവജനത്തെ ദൈവം അധികാരപ്പെടുത്തട്ടെ, അഭിഷേകം ചെയ്യട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥന